Hello, good morning. Good morning. Good morning, ma'am. Good morning, Miss. Good morning. Yeah. വൈകിട്ടേ കുറച്ച് ഒരു 2 മിനിറ്റ് ലേറ്റ് ആയി പോയി. ജസ്റ്റ് ഒരു ചെറിയ മീറ്റിംഗിലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണേ. യെസ്, റെഡിയാണോ എല്ലാവരും? യെസ്, സോ ലെറ്റ് സ്റ്റാർട്ട്. തുടങ്ങിയാലോ? പുതിയ ചാപ്റ്റർ ആണ് അല്ലേ? ചാപ്റ്റർ അല്ലേ? മിണ്ടല്ലോ ആരും, സൗണ്ട് കേൾക്കാണല്ലോ എന്റെ. കേൾക്കുന്നുണ്ട് മാം. സോ പുതിയ ചാപ്റ്റർ ആണ് നമുക്ക് തുടങ്ങാനുള്ളത്, മെഡിക്കൽ ഇൻഷുറൻസ് അല്ലേ? തുടങ്ങിയാലോ? തുടങ്ങാം. സൗണ്ട് ഓഫ് ചെയ്തിട്ട്. യെസ്, മെഡിക്കൽ ഇൻഷുറൻസ് ആണ് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് 4th മൊഡ്യൂൾ കേട്ടോ. 4ാമത്തെ മൊഡ്യൂളിലെ 1ാമത്തെ ചാപ്റ്റർ ആണ്. ഈ 4ാമത്തെ മൊഡ്യൂളില് എത്ര ചാപ്റ്റർ എടുത്തു ഇപ്പൊ തുടങ്ങുന്നതിന് മുമ്പ് അറിയാനാ? ഈ 4th മൊഡ്യൂള് ഇപ്പൊ മറ്റു ടീച്ചേഴ്സ് ആയിട്ട് എത്ര ചാപ്റ്റേഴ്സ് എടുത്ത് തീർന്നതുണ്ട്? തീർന്ന ചാപ്റ്റേഴ്സ് ഏതെങ്കിലും ഉണ്ടോ? 3 തീർന്നു, മൊത്തത്തിൽ തീർന്നല്ലോ അല്ലെ? ഓക്കെ, 3 തീർന്നുണ്ട്. അപ്പൊ ഇനി ബാക്കി 8 ഉണ്ട്. 11 ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളത്? അതെ, 8. അതിന് എനിക്ക് ഈ ഒരു ചാപ്റ്ററേ ഉള്ളൂ, ബാക്കി അവരവരുടെ ടീച്ചേഴ്സ് എടുത്തോളൂ. സോ മെഡിക്കൽ ഇൻഷുറൻസ് ആണ് അല്ലെ? ഹാവ് യു ഹേർഡ് അബൌട്ട് ഇൻഷുറൻസ്? ഇൻഷുറൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നവഡേയ്സ് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തില് നമുക്ക് എന്തായാലും ഒരു ഇൻഷുറൻസ് ഉണ്ടായേ മതിയാകും. ഏത് ആളുകൾക്കും ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്, ലൈക്ക് ലൈഫ് ഇൻഷുറൻസ് അല്ലെ, നമ്മുടെ ജനറൽ ഇൻഷുറൻസ് ഉണ്ട്. ലൈഫ് ഇൻഷുറൻസ് അല്ലാതെ ജനറൽ ഇൻഷുറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രോപ്പർട്ടീസില് വിലപിടിപ്പുള്ള സാധനങ്ങളെയൊക്കെ നമ്മൾ ഇൻഷുർ ചെയ്യും, ലൈക്ക് നമ്മുടെ വെഹിക്കിൾസ് ഒക്കെ. സെക്കൻഡ്, യെസ്. സോ അപ്പൊ നമ്മള് ഇൻഷുറൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ വലിയ പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രോപ്പർലി എന്താ പറയുക, നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ ഇൻഷുറൻസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ജനറൽ ഇൻഷുറൻസിൽ നമ്മൾ ഒത്തിരി പ്രോപ്പർട്ടീസ് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമ്മളിപ്പോ ഈവൻ ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ട് ഒരു ബിൽഡിംഗ് പണിയാനാണെങ്കിലും വേണ്ടി നമ്മൾ ലോണൊക്കെ എടുക്കുമ്പോൾ ബാങ്കുകാരും ഓഫർ ചെയ്യുന്നത് ഒരു ഇൻഷുറൻസ് എന്ന് വെച്ചാൽ നമ്മളത് പണിതുകൊണ്ടിരിക്കുകയൊക്കെ അതിനൊരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ അപ്പോഴും നമ്മളുടെ വാഹനങ്ങൾ ഇൻഷുർ ചെയ്തിട്ടാണ് നമ്മൾ റോഡിലേക്ക് ഇറക്കുക.
ലൈക്ക് അതുപോലെ തന്നെ നമ്മൾക്ക് ലൈഫ് ഇൻഷുറൻസ് നമ്മൾ എടുക്കാറുണ്ട് നമ്മുടെ ലൈഫിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടി. എപ്പോഴാണ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ മരണമോ സംഭവിക്കാം. നമ്മളുടെ മരണം കൊണ്ട് ഉണ്ടാകാവുന്ന നഷ്ടങ്ങൾ ഒരു പരിധി വരെ നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന ഫാമിലിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ അങ്ങനെയുള്ള ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുക്കുക. ലൈക്ക് അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ആർ ഓൾസോ മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ഡെയിലി ലൈഫ്. ഇന്നത്തെ കാലത്ത് നമ്മളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടാകേണ്ട ഒരു സാധനമാണ് മെഡിക്കൽ ഇൻഷുറൻസ്. ദെൻ അതിന് വേണ്ടിയിട്ടാണ് ഇഫ് വി ഹാവ് സം ഡിസീസസ് ആൻഡ് വി ആർ ഹോസ്പിറ്റലൈസ്ഡ് ആൻഡ് ഇഫ് എനി ആക്സിഡന്റ് ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് വരുമോ എന്തെങ്കിലും രോഗങ്ങൾ വരുമായിട്ട് നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ നമ്മളുടെ ആ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ചെലവുകളെ നമുക്കറിയാം. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇപ്പൊ ഈ മെഡിക്കൽ ഇൻഷുറൻസ് പോലെയുള്ള ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മളൊരു ആവറേജ് അല്ലെങ്കിൽ ഒരു കോമൺ ആളുകളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കണം. ഒരുപാട് കാശുകാരെ കുറിച്ചൊന്നും നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അസസ് ചെയ്യാൻ പാടില്ല, വിലയിരുത്താൻ പാടില്ല. നമ്മുടെ ഒരു അസംഷൻ ഉണ്ട് നമുക്ക്. ഇതൊക്കെ സാധാരണക്കാർക്ക് എങ്ങനെയായിരിക്കും ഇഫ് എനി ആക്സിഡന്റ് ഒക്കെ ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായി നമുക്ക് ഏതെങ്കിലും രീതിയിൽ വലിയ എന്താ പറയാ ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റൽസിൽ വേണ്ടി വരുന്നു, വലിയ സർജറീസ് വേണ്ടി വരുന്നു. സോ ദാറ്റ് വി ഹാവ് ടു ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് എ ഹ്യൂജ് എമൗണ്ട് നമ്മുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയും ഓപ്പറേഷനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വലിയ എമൗണ്ട് ഒക്കെ ഹോസ്പിറ്റലിൽ കെട്ടിവെക്കേണ്ടി വരും. കുറെ കോമൺ മാൻ സാധാരണക്കാർക്ക് ഇറ്റ് കനോട്ട് ബി അഫോർഡബിൾ. തീർച്ചയായിട്ടും അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി റിച്ച് പീപ്പിളിന് അവരുടെ കയ്യിൽ കാശുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അത്തരം എന്താ പറയാ ഈ ആക്സിഡന്റോ അല്ലെങ്കിൽ ഇതുപോലെ ഹോസ്പിറ്റലൈസേഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കാശെടുത്ത് അവർക്ക് അത് ഉപയോഗിക്കാനോ അത് ചെലവാക്കാനോ അവർക്ക് വലിയ എന്താ പറയാ അത്രയധികം ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു നഷ്ടം അവർക്ക് വരുന്നില്ല. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ ആ ഇൻകമില് സമ്പാദിക്കുന്ന ആ ഒരു എന്താ പറയാ ശമ്പളം അല്ലെങ്കിൽ കൂലി അത് ആ ഒരു മാസത്തെ എങ്ങനെയാണോ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു, ഇതെങ്ങനെ നമുക്ക് ഈ ഒരു മാസം എങ്ങനെയാണ് ഇത് വെച്ചിട്ട് നമ്മളുടെ ആ ഒരു ബഡ്ജറ്റ് എങ്ങനെ തയ്യാറാക്കി ഫാമിലി ബഡ്ജറ്റ് എങ്ങനെ കീപ്പ് ചെയ്ത് പോകണം എന്നൊരു പ്ലാൻ ഉണ്ട്. ഇത്ര രൂപ മാസം കിട്ടുമ്പോ ഇന്ന ചെലവ്, അതെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ ഇങ്ങനെയൊക്കെ പിന്നെ നമ്മുടെ വീട്ടിലെ ഫുഡ് ഐറ്റംസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഒരു കാൽക്കുലേഷൻ നമുക്കുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഇടയിൽ പെട്ടെന്ന് ഈ പറയുന്ന രോഗങ്ങളോ വലിയ എന്തെങ്കിലും തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളോ ഹോസ്പിറ്റലൈസേഷൻ ചിലവുകളോ വരുന്നത് പെട്ടെന്നായിരിക്കും, ആകസ്മികമായിരിക്കും, അൺഎക്സ്പെക്ടഡ് ആയിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ ചെലവാക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ വേറെ ഇല്ല. കാരണം ഈ ഒരു എമൗണ്ട് ഇങ്ങനെ ബഡ്ജറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഒരു പരിധി വരെ കോമൺ പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഉപാധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മെഡിക്കൽ ഇൻഷുറൻസ്. മനസ്സിലായോ? സോ ബിഫോർ ലേണിംഗ് അബൌട്ട് മെഡിക്കൽ ഇൻഷുറൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ചില ടേംസ്, പുതിയ പദങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ ഇൻഷുറൻസിന് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ടേംസ്? അറിയാലോ ഏതൊക്കെയാണ് ഇൻഷുറൻസിന്റെ ടേംസ് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് എന്തിനായിരിക്കും കൊടുക്കുന്നത്? It is to meet the medical expenses for any disease or accidents. ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങള് അല്ലെങ്കിൽ ആക്സിഡന്റുകൾ വരുമ്പോ അത് മീറ്റ് ചെയ്യാൻ, അതിന് വേണ്ടി വരുന്ന ചെലവുകളെ മീറ്റ് ചെയ്യാൻ നൽകപ്പെടുന്ന ഇൻഷുറൻസ്, അതിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കുക. ആരോഗ്യ ഇൻഷുറൻസ് അല്ലെ? ആരോഗ്യത്തിന് എന്തെങ്കിലും കോട്ടം വന്നാൽ, മനസ്സിലായി? ആരോഗ്യത്തിന് എന്ത് കോട്ടം വരിക? ചിലപ്പോ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്നവരാണ്, റോഡിൽ കൂടി വെറുതെ നടന്നു പോയാലും മതി, ഇങ്ങോട്ട് വന്ന് ഇടിച്ചു കയറും. അപ്പോ ആക്സിഡന്റുകൾ സ്വാഭാവികമാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ അല്ലെ, ഇന്നത്തെ കാലത്ത് റോഡിൽ കൂടെ ഒക്കെ നടക്കണമെങ്കിൽ ഇൻഷുറൻസ് എല്ലാം എടുക്കണം തീർച്ചയായും. പിന്നെ ഇന്നത്തെ കാലത്ത് മറ്റൊരു കാര്യമാണ് നമ്മളുടെ തന്നെ ലൈഫ് സ്റ്റൈലും നമ്മുടെ തന്നെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് നമ്മൾ ഓരോ ദിനം പ്രതി പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമയാണ് അല്ലെ? നമുക്കറിയില്ല ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് വലിയ ആളൊക്കെ ആയിട്ട്. പക്ഷെ എന്തൊക്കെ രോഗം ഉണ്ടെന്ന് എന്തെങ്കിലും ചെറിയ ഒരു കാര്യവും വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നാലേ അറിയുള്ളൂ. ആ ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോ ഇന്ന രോഗം ഉണ്ടെന്നൊക്കെ അറിയുന്നത്. തൽക്കാലം അങ്ങോട്ട് പോകാതിരിക്കുകയാണ് ബുദ്ധി അല്ലെ? കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈല് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ എല്ലാവരും എപ്പോഴെപ്പോഴും നമ്മളിങ്ങനെ, പ്രത്യേകിച്ച് സ്ത്രീകള് അല്ലെ, നമ്മൾ കുറച്ച് മടിക്കും. വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ അസുഖം വരുമ്പോൾ അവരെ കുത്തിത്തള്ളി വിടും, അല്ലെങ്കിൽ കൊച്ചുങ്ങളെ ആണെങ്കിൽ അവരെ കൊണ്ടുപോകും. പക്ഷെ നമുക്കൊക്കെ ഒരു പരിധി വരെ നമ്മൾ ഇതിനെയൊക്കെ എന്താ പറയാ സ്ട്രഗിൾ ചെയ്തൊക്കെ നിൽക്കും. ഒട്ടും വയ്യാണ്ടായാൽ മാത്രമേ ഞങ്ങൾ പോകുള്ളൂ. അപ്പൊ ഇത്തരം മെഡിക്കൽ എക്സ്പെൻസുകൾ രോഗങ്ങൾ കൊണ്ടോ ആക്സിഡൻസ് കൊണ്ടോ ഉണ്ടാകുമ്പോൾ അത്തരം
മെഡിക്കൽ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി. അതാണ് ഇൻഷുറൻസ്. അതിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? ഫസ്റ്റ് സെന്റൻസ് ഈ ടേംസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്നില്ലേ? ആ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന ടേംസ് ഒക്കെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെന്റൻസ് തന്നെ അങ്ങോട്ട് അണ്ടർലൈൻ ചെയ്തോളൂ. ആൻഡ് ഇൻ ഇൻഷുറൻസ് ദർ ആർ മെയിൻലി ടു പാർട്ടീസ്. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ആളുകളാണ് ഉള്ളത്. ദാറ്റ് മീൻസ് ഇൻഷുർഡ് ആൻഡ് ഇൻഷുറർ. ഇൻഷുററും ഇൻഷുർഡും രണ്ടാളുകൾ. ഏത് ഇൻഷുറൻസ് എടുത്താലും ആ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ഡീൽ ചെയ്യുന്ന രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തികളോ സ്ഥാപനങ്ങളോ എന്താവട്ടെ ആളുകളാണ് ഇൻഷുർഡ് എന്നും ഇൻഷുറർ എന്നും അറിയപ്പെടുന്നത്. And let us see who is an insurer and who is an insured. ആരാണ് ഇൻഷുർഡ്, ആരാണ് ഇൻഷുറർ? ഇൻഷുറർ എന്ന് പറയുന്നത് it is the company who provides the compensation when any accident or disease occur to a particular customer. ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളുകള്, ആ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ ആക്സിഡന്റുകളോ വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ ആ വ്യക്തിക്ക് നൽകുന്ന, അതായത് കോമ്പൻസേഷൻ നൽകുന്ന, നഷ്ടപരിഹാരം നൽകുന്ന കമ്പനിയെയാണ് നമ്മൾ വിളിക്കുക ഇൻഷുറർ എന്ന് വിളിക്കുക. ഇൻഷുറൻസ് കമ്പനി ഇസ് ദ ഇൻഷുറർ. മനസ്സിലായി? അപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് എടുക്കുന്നു, ആ ഇൻഷുറൻസ് ഏതിന്റെ ആണോ എടുത്തത്? ഇഷ്ടംപോലെ ഇൻഷുറൻസിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകളൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഇൻഷുറൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആരാണ് ഇൻഷുറൻസിൽ നമ്മളെ ചേർത്തത്, ഇൻക്ലൂഡ് ചെയ്യുന്നത്? ആ വ്യക്തികളെ. വ്യക്തി മീൻസ് ഇറ്റ്സ് എ കമ്പനി. തീർച്ചയായിട്ടും അതൊരു കമ്പനിയാണ്. ആ കമ്പനിയെ വിളിക്കുന്ന പേരാണ് ഇൻഷുറർ. മനസ്സിലായോ? And who is the insured? ആരാണ് insured? Insured is the person or a business who gets compensated if such loss occur. അത്തരമൊരു നഷ്ടം ഉണ്ടാകുമ്പോൾ ആ നഷ്ടത്തിന് പരിഹാരം കിട്ടുന്ന വ്യക്തി ആരാണോ, അതായത് ആർക്കാണോ അതിന്റെ പരിഹാരം കിട്ടുന്നത്, നഷ്ടപരിഹാരം എന്ന് വെച്ചാൽ കോമ്പൻസേഷൻ, ആ പരിഹാരം കിട്ടുന്നത് ആർക്കാണോ അവരെ വിളിക്കുന്ന പേരാണ്. അത് ചിലപ്പോൾ ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനമാകാം. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഷുർഡ് എന്ന് വിളിക്കുക. മനസ്സിലായോ? അപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഏതെങ്കിലും എല്ലാ ടൈപ്പ് ഓഫ് ഇൻഷുറൻസിലും ഇത് തന്നെയാണ് കേട്ടോ. ഇൻഷുററും ഉണ്ടാവും, ഇൻഷുർഡ് ഉണ്ടായിരിക്കും. ഏത് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ലൈഫ് ഇൻഷുറൻസ് ആയിക്കോട്ടെ, മെഡിക്കൽ ഇൻഷുറൻസ് ആയിക്കോട്ടെ, മറ്റ് പ്രോപ്പർട്ടീസിന്റെ ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഇതിലെല്ലാം ബന്ധപ്പെട്ട് രണ്ട് വ്യക്തികളാണ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഇൻഷുർഡും ഇൻഷുററും. ഇൻഷുറർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി. അവരാണ് ആ നഷ്ടപരിഹാരം കൊടുക്കുന്നത്. ആർക്കാണ് നഷ്ടപരിഹാരം കിട്ടുന്നത് അവരെ നമ്മൾ ഇൻഷുർഡ് എന്ന് വിളിക്കും. ക്ലിയർ ആയോ? ഉദാഹരണം പറയാണ്, ഞാനൊരു ലൈഫ് ഇൻഷുറൻസ് എടുത്തിരിക്കുകയാണ്. ഏതെങ്കിലും ലൈഫ് ഇൻഷുറൻസ് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് ഏതൊക്കെയാണോ അവരാണ് എന്റെ ഇൻഷുറർ. ഞാനാണ് ഇൻഷുർഡ്, ഞാനാണ് എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്കിപ്പോ എന്തെങ്കിലും വയ്യായികൾ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നു, അല്ലെങ്കിൽ എന്താ പറയാ എനിക്ക് എന്തെങ്കിലും, അതായത് ഒരു ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ലൈഫ് ടൈമിലേക്ക് അല്ലെങ്കിൽ ഓൺ ദ മെച്യൂരിറ്റി ഓഫ് ദാറ്റ് ഇൻഷുറൻസ്, ഇൻഷുറൻസിന്റെ മെച്യൂരിറ്റി ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് നമുക്ക് അതിന്റെ എമൗണ്ട് തരിക എന്നുള്ളതാണ് ലൈഫ് ഇൻഷുറൻസിന്റെ പ്രത്യേകത. അതാണ്. ഇവിടെ മെഡിക്കൽ ഇൻഷുറൻസ് അങ്ങനെയല്ല. നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ ഒരു ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും. ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് ചിലപ്പോ ഗവൺമെന്റ് ഒക്കെ ഓഫർ ചെയ്യുന്ന കുറച്ചും കൂടി ദീർഘകാലമാണ്, 5 yearsന് കൊടുക്കുന്നുണ്ട്. മറ്റ് ഇൻഷുറൻസുകളൊക്കെ, പ്രൈവറ്റ് ഇൻഷുറൻസുകളൊക്കെ 1 yearനുള്ളിൽ നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് ഏതാണെങ്കിലും ആ 1 yearനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ ചിലവൊക്കെ വരികയാണെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന തുക, ഒരു സം അഷ്വേർഡ് ഉണ്ടായിരുന്നു. ഇത്ര രൂപയുടെ ഇൻഷുറൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ആ വർഷത്തിൽ 1 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലൈസേഷൻ ചെലവ് തരും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇൻഷുറൻസ്. അതിന് ഓരോന്നിനും ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഷുറൻസ്. ഇൻഷുറൻസിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് എടുക്കുക, എത്ര രൂപയുടേതാണ്, എന്താണ് അതിന്റെ കാലാവധി, അത് ബേസ് ചെയ്തിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആ ഇൻഷുറൻസിന്റെ തുക, പറഞ്ഞിരിക്കുന്ന തുക അല്ലെങ്കിൽ അതിൽ കുറവ്, അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഒക്കെ തരികയാണെങ്കിൽ അത് മെഡിക്കൽ ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ ഇപ്പൊ ഞാനൊരു 10 കൊല്ലത്തിന്റെ ഒരു ഇൻഷുറൻസ് എടുത്തിരിക്കുകയാണ്. മാസം ഞാനൊരു എന്താ പറയാ ഒരു ടേം ആയിട്ട് കുറച്ച് പ്രീമിയം എമൗണ്ട് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 10 വർഷത്തേക്കുള്ള ഇൻഷുറൻസ് ആണ്. അല്ലാത്തൊരു സം അഷ്വേർഡ് പറഞ്ഞേക്കാണ്. ഇപ്പൊ വിചാരിക്കുക 1 lakh, 1 ലക്ഷമാണ് വിചാരിക്കുക. അപ്പൊ ഒന്നില്ലെങ്കിൽ ആ 10 വർഷം, അതല്ലെങ്കിൽ അതിനുള്ളിൽ ഞാൻ മരണപ്പെടുക. ഇതിൽ ഏതാണോ whichever comes earlier, ആദ്യം ഏതാണ് സംഭവിക്കുന്നത് ആ സമയത്ത് ആ ഒരു ഇൻഷുറൻസ് അവിടെ ഇതും ക്ലോസ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ലാപ്സ് ആയി പോകും. അതിന്റെ ആ ഒരു ഇത് കഴിയും, കാലാവധി. ഒന്നില്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ഡ്യൂറേഷൻ, അതല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പ് എന്റെ മരണം എപ്പോഴാണ്, അപ്പൊ അത് മെച്ചുവേർഡ് ആകും. മനസ്സിലായോ? അപ്പൊ നമുക്ക് അതിന്റെ എമൗണ്ട് ഉണ്ട്. അത് ലൈഫ് ഇൻഷുറൻസിനെ സംബന്ധിക്കുന്ന കാര്യമാണ്.
ഏതിലാണെങ്കിലും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് രണ്ടേ രണ്ട് വ്യക്തിയാണോ ഉള്ളത്, ഇൻഷുററും ഇൻഷുറും. അപ്പൊ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആള് അല്ലെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ കിട്ടുന്ന ആളുകളെ ഇൻഷുർ എന്നും, ആരാണ് ഇൻഷുറൻസിന്റെ കോമ്പൻസേഷൻ കൊടുക്കുന്നത് അവരെ നമ്മൾ ഇൻഷുറർ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയാണ് എന്നും പറയും. മനസ്സിലായോ? അത് രണ്ടും ഈ ടേംസ് ഒക്കെ എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, ഇൻഷുർഡ് ആരാണ്, ഇൻഷുറർ ആരാണ്, ക്ലിയർ ആണോ ഇത്ര വരെ? ചിലർക്ക് ഇപ്പൊ മിക്കവർക്കും ഇതൊക്കെ അറിയായിരിക്കും, പക്ഷെ ഒട്ടും അറിയില്ലാത്ത ഇപ്പൊ കൊമേഴ്സ് ഒക്കെ പഠിച്ചവർക്ക് എനിക്ക് തോന്നുന്നു എന്തോ കുറച്ചൊക്കെ ചിലപ്പോ അറിയായിരിക്കും അല്ലെ. കൊമേഴ്സ് സബ്ജക്ട് പഠിച്ചവർക്ക്, ആ സ്ട്രീമിൽ നിന്ന് വന്നവർക്കൊക്കെ കുറച്ച് അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയും. പക്ഷെ അറിയില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ തുടക്കം ഈ പറയുന്ന ടേംസ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇത്രയും ഡീപ്പായി പറഞ്ഞത്. അടുത്തത് ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു, അപ്പൊ ഇൻഷുർഡും ഇൻഷുററും. അപ്പൊ ഈ ഇൻഷുറൻസ് കമ്പനി നമുക്ക് ആ ഒരു കോമ്പൻസേഷൻ തരണമെങ്കിൽ, ഇപ്പൊ എനിക്ക് വെറുതെ ഒന്നും ആരും കാശ് തരില്ല. ഇപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും ഹോസ്പിറ്റൽ ചെലവ്, എന്തെങ്കിലും എന്താ പറയാ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ട് എനിക്ക് എന്തെങ്കിലും രോഗം വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി, ആരെങ്കിലും ഏതെങ്കിലും ആൾക്കാർ നമുക്ക് വെറുതെ കാശ് കൊണ്ട് തരുമോ? ഇല്ല, തീർച്ചയായിട്ടില്ല. അപ്പൊ നമുക്ക് ആ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ചെറുതോ വലുതോ, ചെറുതായിരിക്കാം ചിലപ്പോ തീരെ ചെറിയ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നതുണ്ട്, വലുതും ഉണ്ട്. അപ്പൊ ആ ഒരു എമൗണ്ട്, ഒരു നിശ്ചിത എമൗണ്ട് ചിലപ്പോ മേ ബി മന്ത്ലി ആകാം, അല്ലെങ്കിൽ ക്വാർട്ടർലി 3 മാസം കൂടുമ്പോഴാകാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി 1/2 വർഷം കൂടുമ്പോഴാകാം, അല്ലെങ്കിൽ ഇയർലി ആനുവൽ ആയിട്ടാകാം, മാസത്തിലോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ, അല്ലെങ്കിൽ 1 വർഷത്തിലൊക്കെ ഒരു ചെറിയ തുക ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട്. ചെറുതെന്ന് ഞാൻ പറയുന്നത് ഓരോ ഇൻഷുറൻസിനും അതിൻ്റെതായ വ്യത്യാസമുണ്ട്. ചെറുതും വലുതുമായിട്ട് തുകകൾ നമ്മളിങ്ങനെ കമ്പനിക്ക് അടയ്ക്കണം. എന്നിട്ട് ആ കിടക്കുന്ന എമൗണ്ട് ആണ് അത് അവിടെ നിന്ന് ചെറുത് ഇങ്ങനെ കൂടി എന്താണ് പലതുള്ളി പെരുവെള്ളം എന്നതുപോലെ അവിടെ കിടന്ന് ആ എമൗണ്ട് അല്ലെ വിത്ത് ഇൻട്രസ്റ്റ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഹോസ്പിറ്റലൈസേഷൻ ചിലവൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി തരുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ആ തവണകളായി ഇൻസ്റ്റാൾമെന്റുകളായി അടയ്ക്കുന്ന ആ തുകയെ അതിനെ വിളിക്കുന്ന പേരാണ് പ്രീമിയം. That means the money which is paid by the insured to the insurer is called the premium. ഇൻഷുർഡ് ഇൻഷുറർക്ക് അടയ്ക്കുന്ന ആ ഇൻസ്റ്റാൾമെന്റുകളായിട്ട് തവണകളായി അടയ്ക്കുന്ന ആ പൈസ അതിനെ വിളിക്കുന്ന പേര് പ്രീമിയം എന്നാണ്. എന്താണെന്ന് മനസ്സിലായോ? വാട്ട് ഈസ് പ്രീമിയം എന്ന് മനസ്സിലായോ? The money that is paid by insured to the insurer. ഇൻഷുറർക്ക് അതിങ്ങനെ തവണകളായിട്ട് ചിലപ്പോ ഇൻഷുറൻസ് ചേരുമ്പോ എന്താ പറയാ, ചെറിയ ഗവൺമെന്റ് ഒക്കെ ഓഫർ ചെയ്യുന്ന ഇൻഷുറൻസ് ഒക്കെ വളരെ തുച്ഛമായ പൈസയാണ് കേട്ടോ. ചിലപ്പോ വർഷത്തില് 100 രൂപ അടച്ചാൽ മതിയാവും. അപ്പൊ അങ്ങനെ ആ അടയ്ക്കുന്ന പൈസ എന്നിട്ട് നമ്മളിപ്പോ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ ചെലവുകൾ വരുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുന്നു, നമ്മളിങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, വയ്യാണ്ട്. അപ്പൊ അവര് വന്നിട്ട് കാര്യങ്ങൾ ഹോസ്പിറ്റലുമായിട്ട് ഡീൽ ചെയ്ത് എത്രയാണോ പേയ്മെന്റ് ഒക്കെ വരുന്നത് അതനുസരിച്ച്. അത് മാത്രമല്ല, ഓരോ ഇൻഷുറൻസിനും അതിൻ്റെതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ചില ഇൻഷുറൻസിൽ ചില രോഗങ്ങൾക്ക് പൈസ കിട്ടില്ല, ചില രോഗങ്ങൾക്ക് കിട്ടും, ചിലതിനകത്ത് ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും, അങ്ങനെ പല പല കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻ സപ്ലൈ എന്ന് പറയുന്ന ഇൻഷുറൻസിന്റെ ഒരു കാര്യമാണ്. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരിക്കും എമൗണ്ട് നമ്മുടെ ഇൻഷുറർക്ക് കൊടുക്കുക. എന്നാൽ ഇത് കൊടുക്കണമെങ്കിൽ ഒരു നിശ്ചിത തുക നമ്മൾ അടച്ചിട്ടുണ്ടായിരിക്കണം. അത് നേരത്തെ പറഞ്ഞതുപോലെ മന്ത്ലി ആകാം, ഹാഫ് ഇയർലി ആകാം, ക്വാർട്ടർലി ആകാം, ആനുവലി ആകാം. അങ്ങനെ തവണകളായി അടയ്ക്കുന്ന ആ മണിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രീമിയം എന്ന്. ക്ലിയർ ആയോ? മനസ്സിലായോ? പ്രീമിയം ആർക്കും മനസ്സിലാവാത്ത എന്തെങ്കിലും പറയണട്ടോ? ഒരു സെക്കൻഡ് സാധിക്ക്.
പ്രീമിയം എന്താന്ന് മനസ്സിലായോ? ഇത് മനസ്സിലായെങ്കിൽ ഒന്ന് ഒരു തമ്പക്കിടൂ, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്തിടൂ. പറഞ്ഞില്ലേ ഇത് അത്ര ബുദ്ധിമുട്ടുള്ള സാധനമൊന്നുമല്ല. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ പഠിച്ച 3 ടേമാണ് ഇപ്പോ. ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഇൻഷുറർ ആരാണെന്ന് പറഞ്ഞു, ഇൻഷുർഡ് ആരാണെന്ന് പറഞ്ഞു, പ്രീമിയം. ഈ 4 ടേംസ് ആണ് പുതിയതായിട്ട് നമ്മൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചത്. അടുത്തത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ്. പോളിസി എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ്. ഇതൊരു കരാറാണ്. ഇപ്പൊ ആര് തമ്മിലുള്ള കരാറാണ്? നമ്മൾ പറഞ്ഞല്ലോ, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് 2 ആൾക്കാരാണ് ഉള്ളത്, ഇൻഷുററും ഇൻഷുർഡും. അപ്പൊ ഇവർ തമ്മിലുള്ള കരാറാണ്. ദാറ്റ് മീൻസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയാ ഒരു പർട്ടിക്കുലർ പ്രീമിയം അടച്ച് നമ്മൾ ഒരു അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ച് നമുക്ക് കോമ്പൻസേഷൻ തരാം എന്ന് ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകളോ തമ്മിലുള്ള ഒരു കരാറാണ്. അപ്പൊ നമുക്ക് പറയാം ഇറ്റ്സ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ഇൻഷുറർ ആൻഡ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. ചിലപ്പോ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളോടോ ഇൻഷുറർ പറയാണ്, അവർ തമ്മിലുള്ള ഒരു കരാറാണ്. നമ്മൾ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള നിങ്ങളുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് കവറേജ് തരാം എന്നുള്ള ഗ്യാരണ്ടി, ഉറപ്പ് നൽകുന്ന ഒരു കരാറാണ് എന്തെന്ന് പറയാ എ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. പക്ഷെ വി ഹാവ് ടു പേ പ്രീമിയം. എന്തിന്? ഈ സാധനം നമ്മൾക്ക് തരണമെന്നുണ്ടെങ്കിൽ ആ കരാറിൽ നമ്മൾ ഒരു പ്രീമിയം നിശ്ചിത തുക, ചെറുതോ വലുതോ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഷുറൻസ്. ഇൻഷുറൻസുമായിട്ട് ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അതനുസരിച്ച് തുക നമ്മളിങ്ങനെ പ്രീമിയം അടയ്ക്കുന്നു, മന്ത്ലിയോ ഏത് രീതിയിലാണോ അതടച്ച് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആക്സിഡന്റോ ഇഞ്ചുറീസോ ഡിസീസോ വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ അതിന് കവറേജ് തരാമെന്നുള്ള ഒരു ഗ്യാരണ്ടി തരുന്ന, ഉറപ്പ് തരുന്ന ഒരു എഗ്രിമെന്റ്, ഒരു കരാർ, അതിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് വിളിക്കുക. മനസ്സിലായല്ലോ? അതൊരു കരാർ, ഹെൽത്ത് ഇൻഷുറൻസ് തരാമെന്ന് ഉറപ്പിക്കുന്ന കരാർ, അത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ടേംസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ടേംസ് തന്നെ ടേംസ് പഠിക്കുമ്പോൾ ഇത്രയും സമയം പോകുള്ളൂ. അതല്ലാണ്ട് ഉള്ളിലേക്ക് കയറുമ്പോ കുറച്ചുകൂടി എളുപ്പമാണ്. ക്ലിയർ ആയോ? ജസ്മിൻ ക്ലിയർ ആണോ? ജാനി? ഓക്കെ, യെസ് യെസ്. അടുത്തത് ഇനിയും അടുത്ത ടേം ആണ് ക്ലെയിം. ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് when we are taking any insurance of any insurance company, when a disease or accident or any injury occur and we are hospitalized, it have to be informed to the insurance company. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് ഉള്ള ആളാണ്, മെഡിക്കൽ ഇൻഷുറൻസ് ഏതെങ്കിലും എടുത്തിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസിന്റെ ഭാഗമായ നമ്മള് എന്തെങ്കിലും രോഗം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആരെ അറിയിക്കണം? ബന്ധുമിത്രാദികളെ അറിയിക്കണം അല്ലെ? അതിനേക്കാൾ മുമ്പ് ആരെ അറിയിക്കണം എന്നറിയോ? നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. എനിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമല്ല, ഞാൻ ഏതെങ്കിലും ഇൻഷുറൻസ്, എനിക്ക് മെഡിക്ലെയിം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. ടു ഇൻഫോം ദം. ആ ഒരു അറിയിക്കല് എന്തിനാ? ഓറഞ്ച് ആപ്പിളൊക്കെ ആയിട്ട് വരാനാണോ? ഞാൻ ആശുപത്രി കിടന്നാൽ കുറച്ച് ഓറഞ്ച് ആപ്പിളൊക്കെ ആയിട്ട് വരണം കാണാൻ? അതല്ല, നമുക്ക് ഈ നമ്മള് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോ അവിടുത്തെ ബില്ല് കണ്ട് നമ്മുടെ കണ്ണ് തള്ളും അല്ലെ? അവിടുത്തെ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ അറിയിക്കണം? നമ്മുടെ ഇൻഷുറൻസ് കമ്പനി. ഇങ്ങനെ ഒരു അറിയിപ്പുണ്ട്, അറിയിക്കല്. ആ ഇൻഫർമേഷൻ അങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? ടു റിസീവ് ഓർ ടു പേ ദ മെഡിക്കൽ എക്സ്പെൻസസ്. ആ ഹോസ്പിറ്റലിലെ മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറിയിപ്പാണ് കൊടുത്തത്. മനസ്സിലായോ? അങ്ങനെ ആ അറിയിപ്പ് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്ലെയിം എന്ന്. മനസ്സിലായോ? ക്ലെയിം എന്ന് പറയുന്നത് എ പേഴ്സൺസ് റിക്വസ്റ്റ് ഫോർ ദ പേയ്മെന്റ് by an insurer of loss covered under the policy. ആ പോളിസിയിൽ നഷ്ടം നമുക്ക് എത്ര പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ നഷ്ടപരിഹാരം തരാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നു? റിക്വസ്റ്റ് ചെയ്യാണ്, അപേക്ഷിക്കുകയാണ്. നമ്മളുടെ ഹോസ്പിറ്റലൈസ്ഡ് ആണ് കേട്ടോ, എനിക്ക് ആ ഇൻഷുറൻസിന്റെ ഇത് വേഗം ശരിയാക്കണം, ഇവിടെ കുറെ ബില്ലൊക്കെ വരുമ്പോ അപ്പൊ അതൊക്കെ വേഗം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അറിയിക്കലാണ്. ഫോൺ ചെയ്തൊന്നും അറിയിക്കണ്ട, ഫോൺ നമുക്ക് ഫോമൊക്കെ ഉണ്ടായിരിക്കും. ഇന്ന് എല്ലാ ഹോസ്പിറ്റൽസിലും ചെന്ന് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഡെസ്ക് എന്ന് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പരിസരത്ത് എവിടെയെങ്കിലും വീക്ഷിച്ചിട്ടുണ്ടോ? ഇൻഷുറൻസ് ഡെസ്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ട്. കാരണം അത് അവിടെയാണ്. അപ്പൊ നമുക്ക് ഇൻഷുറൻസ് ഉള്ള ആളാണ് പേഷ്യന്റ് ആണെങ്കിൽ ചിലപ്പോൾ പേഷ്യന്റിന് വന്നിട്ട് ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ സംസാരിക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ അവരുടെ ബൈസ്റ്റാൻഡേഴ്സോ അല്ലെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ്സ്, നിയമപരമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രതിനിധികളോ ചെല്ലുന്നു. ഇൻഷുറൻസ് ഉള്ള ആളാണ്, അവിടെ ചെന്ന് അറിയിക്കുക. അപ്പൊ അവരൊരു ഫോം ഒക്കെ തരും, അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് നമ്മൾ അങ്ങോട്ട്
അവരോട് ചോദിക്കുകയാണ്. ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ റിക്വസ്റ്റ്, അതൊരു റിക്വസ്റ്റ് ആണ്. നിങ്ങൾ വേഗം തന്നെ ഹോസ്പിറ്റലിന്റെ പേയ്മെന്റുകൾ നടത്തുക എന്നുള്ളത്. മനസ്സിലായോ? ആ ഒരു റിക്വസ്റ്റ് നടത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്ലെയിം എന്ന്. അപ്പൊ ക്ലെയിം എന്താ? എ പേഴ്സൺസ് റിക്വസ്റ്റ് ഫോർ പേയ്മെന്റ് ബൈ ആൻ ഇൻഷുറൻസ് ഓഫ് എ ലോസ് കവേർഡ് ബൈ എ പോളിസി. ആ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന കവറേജ്. മനസ്സിലായോ? ഇപ്പൊ ഒരാള് എന്തെങ്കിലും അസുഖം വന്നു, മെഡിക്ലെയിം ഇൻഷുറൻസ് ഉള്ള ആളാണ്, ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഈ എടുത്തിരിക്കുന്ന പോളിസിയുടെ ആ ഒരു എമൗണ്ട്, മാക്സിമം സം ഓഫ് എമൗണ്ട് എന്ന് പറയുന്നത് ചിലപ്പോ 1 ലക്ഷമാണ്. ആ 1 ലക്ഷം പക്ഷെ കിടക്കുന്ന ആളുടെ ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി എബവ് 1 ലാക്ക്, 1 ലക്ഷത്തിൽ കൂടുതൽ പൈസ ചെലവാകുമെങ്കിൽ ബാക്കി നമ്മൾ കൊടുക്കും. മനസ്സിലായോ? ഇൻഷുറൻസ് കമ്പനി ആ പറഞ്ഞിരിക്കുന്ന പോളിസിയിൽ കവർ ചെയ്തിരിക്കുന്ന സമ്മ തരുള്ളൂ. മനസ്സിലായോ? അതിൽ കൂടുതൽ തരില്ല. ചിലപ്പോ അതിൽ കുറവായിരിക്കും തരാം, കൂടുതൽ തരില്ല. അവിടുത്തെ എക്സ്പെൻസുകൾ മൊത്തം മീറ്റ് ചെയ്യാന്നുള്ള ഗ്യാരണ്ടി ഇല്ല കേട്ടോ, ആ എഗ്രിമെന്റ് ഇല്ല. ആ സം എന്താണോ കവർ ചെയ്തിരിക്കുന്ന ആ പോളിസിയില്, ആ കവർ ചെയ്തിരിക്കുന്ന പോളിസി എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. മാക്സിമം അപ് ടു ദാറ്റ് ലിമിറ്റ്, ആ ഒരു പരിധി വരെ. അതിന് അപ്പുറം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അതിന് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടെ സംസാരിക്കാം. അപ്പൊ ഇവിടെ ക്ലെയിം ആൻഡ് ക്ലെയിം 2 രീതിയിലുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഫസ്റ്റ് പാർട്ടി ക്ലെയിമും തേർഡ് പാർട്ടി ക്ലെയിമും. ഫസ്റ്റ് പാർട്ടി ക്ലെയിം ഈ സാധനം തന്നെ, ദാറ്റ് മീൻസ് വി ആർ ക്ലെയിമിംഗ് ടു അവർ ഓൺ ഇൻഷുറൻസ് കമ്പനി. ഇപ്പൊ ഞാൻ എന്തെങ്കിലും അസുഖം വന്നു, എനിക്കൊരു മെഡിക്ലെയിം ഇൻഷുറൻസ് ഉള്ള ആളാണ്, എന്തെങ്കിലും അസുഖം വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പൊ ഞാൻ എന്റെ ഇൻഷുറൻസ് കമ്പനിയോട് അറിയിക്കുകയാണ്, ഞാനോ അല്ലെങ്കിൽ എന്റെ ബൈ സ്റ്റാൻഡേഴ്സോ ഒക്കെ അവര് അറിയിക്കുന്നു ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അപ്പൊ ക്ലെയിം എന്താണെന്ന് വെച്ചാൽ കിട്ടണം. നേരിട്ട് നമ്മുടെ തന്നെ ഇൻഷുറൻസ് കമ്പനിയോട് നമ്മൾ ചോദിച്ച് നമ്മുടെ ഇൻഷുറൻസ് തുക ഹോസ്പിറ്റലിലേക്ക് ചെലവുകളായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. അത് ഫസ്റ്റ് പാർട്ടി ക്ലെയിം. ഫസ്റ്റ് പാർട്ടിയാണ് ഞാൻ എന്ന് പറയുന്ന എന്താ പറയാ കസ്റ്റമർ എന്റെ തന്നെ ഇൻഷുറൻസ് കമ്പനിയോട് ക്ലെയിമിന് വേണ്ടി ചോദിക്കുന്നു. ദാറ്റ്സ് കോൾഡ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം. മനസ്സിലായോ? ഫസ്റ്റ് പാർട്ടി ക്ലെയിം മനസ്സിലായോ? തേർഡ് പാർട്ടി ക്ലെയിം പറയാൻ പോണ്ട. ഇതിന്റെ അകത്ത് സെക്കൻഡ് പാർട്ടി ഇല്ലെന്ന് വിചാരിക്കണേ. സെക്കൻഡ് പാർട്ടി ഇല്ല, ഫസ്റ്റ് കഴിഞ്ഞ് തേർഡ് പാർട്ടിയിലേക്ക് പോയെന്ന് വിചാരിക്കും. ആകെ 2 പാർട്ടീസ് ആണുള്ളത് നമ്മുടെ ഇൻഷുറൻസിൽ, ഇൻഷുർഡും ഇൻഷുററും അല്ലെ. അവിടെ സെക്കൻഡ് പാർട്ടി അവിടെ ഉണ്ട് ഓൾറെഡി. പക്ഷെ തേർഡ് പാർട്ടി ക്ലെയിം എന്താണെന്ന് നോക്കാം നമുക്ക്. ഇനി ഇതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും അസുഖം വരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു, എനിക്ക് ഇപ്പൊ ഉദാഹരണം പറയാൻ, ഈ തേർഡ് പാർട്ടി ക്ലെയിം പറയുമ്പോ വേറെ ഉദാഹരണം പറയാം. അസുഖമല്ല, ഞാനിപ്പോ എന്റെ വണ്ടിയൊക്കെ ഓടിച്ചു പോവുകയാണ്, വണ്ടി ഓടിച്ചു പോകുന്നു, എവിടെയെങ്കിലും മറിഞ്ഞു കുത്തി വീണ് എന്ന് വിചാരിക്കാം. അപ്പൊ വീണ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കാലിയോ കയ്യൊടിയോ ഒക്കെ എന്തെങ്കിലും പറ്റി, ഹോസ്പിറ്റലൈസ്ഡ് ആയി 2 ദിവസമൊക്കെ കിടന്നു, അവിടെ കുറച്ച് പൈസയൊക്കെ ചെലവാകുമ്പോൾ അത് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയോട് ഞാൻ പറയുന്നു, എന്റെ കുടുംബത്തിനോട് ഞാൻ തന്നെ പോയി വീണിട്ട് ആരും കുറ്റക്കാരൊന്നുമല്ല, ഞാൻ തന്നെ ഇൻഷുറൻസ് ക്ലെയിം വാങ്ങിക്കുന്നു. അത് ഫസ്റ്റ് പാർട്ടി ക്ലെയിമാണ്. എന്നാൽ ഞാൻ വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്നു, വേറൊരാളുടെ വണ്ടിയിൽ ചെന്ന് കയറുന്നു, അവിടെ എന്തെങ്കിലും എന്താ പറയാ കൊലീഷൻ സംഭവിച്ച് വീഴുന്നു, ആൾക്കും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്ന് വിചാരിക്കാം, മറ്റേ ആൾക്കും. മനസ്സിലായോ? എന്റെ വണ്ടി അല്ലെങ്കിൽ എന്റെ ഡ്രൈവിംഗ് മോശമായതുകൊണ്ട് വണ്ടി ഇടിച്ച് ആള് വീണു, അപ്പൊ ആൾക്കും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ എന്താണെന്ന് അറിയാമോ? ആ ആള് എന്റെ ഇൻഷുറൻസ് കമ്പനിയോട്, കാരണം എന്റെ കുഴപ്പം കൊണ്ടാണ്, ഞാനാണ് ചിലപ്പോ റോങ് സൈഡിൽ കയറി പോയതോ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം, അത് കാരണം സഹിതമൊക്കെ ഉണ്ടല്ലോ. കാരണം ഇപ്പൊ ഇൻഷുറൻസിന്റെ ക്ലെയിം ഈ ആക്സിഡൻസിൽ പ്രത്യേകിച്ചും ചോദിക്കുമ്പോ ഇതിനൊക്കെ എന്താ പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് കൂടി വേണം. ആക്സിഡന്റ് ആകുമ്പോ എവിടെയെങ്കിലൊക്കെ കയറി ചെന്നിട്ട് അതിന്റെ എല്ലാത്തിനും ക്ലെയിമൊന്നും ഇൻഷുറൻസ് കമ്പനി കൊടുക്കില്ല. നമ്മളുടേതായ തെറ്റുകൾ കൊണ്ടൊക്കെ ആണോന്ന് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് എവിഡൻസ് ഒക്കെ ഉണ്ടായിരിക്കും, ചിലപ്പോ ഫോട്ടോസ് ആയിരിക്കാം. അതൊക്കെ നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ ഈ ക്ലെയിമിന്റെ ഒപ്പം ഒക്കെ സബ്മിറ്റ് ചെയ്യണം. ക്ലെയിമിംഗ് പ്രോസസ്സ് ഏറ്റവും അവസാനം ഈ ചാപ്റ്ററിന്റെ കിടക്കുന്നത്. അന്നേരം നമുക്ക് വിശദമായിട്ട് പറയാം കേട്ടോ. അപ്പൊ ഇതൊക്കെ കൊടുക്കണം. അപ്പൊ നമ്മളുടെ കുറ്റം കൊണ്ട് ആളുടെ വണ്ടിയിൽ ചെന്ന് കയറി, ആളിലും വീണു, ആൾക്ക് എന്തൊക്കെ പരിക്കുണ്ട്, ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പൊ ആ ആളില്ലേ, മറ്റേ ആള് ഓപ്പോസിറ്റ് ഉള്ള ആള് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയോട് എന്ത് ചെയ്യുന്നു? ക്ലെയിമിന് ആവശ്യപ്പെടുന്നു. മനസ്സിലായോ? ആ ആള് നമ്മളുടെ ഇതിനകത്ത് പെട്ട ആളല്ല, ആളുടെ ഇൻഷുറൻസ് കമ്പനിയും അല്ല. നമ്മളുടെ ഞാൻ എടുത്തിരിക്കുന്ന ഇൻഷുറൻസിന്റെ കമ്പനിയിൽ നിന്നല്ല ആളുടെ ഇൻഷുറൻസ് എന്ന് വിചാരിക്കും. അപ്പൊ നമ്മളോട് എന്ത് ചെയ്യാണ്? നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയോട് ആള് എന്താ ക്ലെയിമിന് വേണ്ടി ആവശ്യപ്പെടുന്നു. അതിനെയാണ് നമ്മൾ തേർഡ് പാർട്ടി ക്ലെയിം എന്ന് വിളിക്കുക. That means claims made by one person against another person's company. വേറൊരാളുടെ ഇൻഷുറൻസ് കമ്പനിയോട് ഒരു വ്യക്തി നടത്തുന്ന ക്ലെയിം, അതിനെയാണ് നമ്മൾ തേർഡ് പാർട്ടി ക്ലെയിം എന്ന് വിളിക്കുക. മനസ്സിലായോ? അപ്പൊ ഞാൻ ചെന്ന് വണ്ടി ഓടിച്ചു പോയിട്ട് വീണിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്? എന്റെ കുറ്റം കൊണ്ടല്ല, മറ്റേ ആളുടെ കമ്പനിയോട് എനിക്ക് ക്ലെയിം തരണം എന്ന് പറയാം. എനിക്ക് നഷ്ടപരിഹാരം വേണം, എനിക്ക് ആശുപത്രി കിടന്നതിന്റെ ചെലവ് മീറ്റ് ചെയ്ത് തരണമെന്ന് ഞാൻ ആളോട് പറയണം. അപ്പൊ അവരെന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഇൻഷുറൻസ് കമ്പനിയോട് പറയണം.
അവരുടെ കുറ്റം കൊണ്ടല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എനിക്ക് നഷ്ടപരിഹാരം വാങ്ങിച്ചു തരുന്നത്. അതിനെയാണ് നമ്മള് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് വിളിക്കുക. രണ്ടും തമ്മിലുള്ള ഇത് മനസ്സിലായോ അല്ലെങ്കിൽ ക്ലാഷ് ആയോ? ഫസ്റ്റ് പാർട്ടി ക്ലെയിമും തേർഡ് പാർട്ടി ക്ലെയിമും ക്ലിയർ ആയോ? ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയോട് നമ്മൾ തന്നെ ക്ലെയിം ചെയ്യുന്നു. തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത് ഒരു പേഴ്സൺ മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയോട് ക്ലെയിം ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ക്ലെയിം രണ്ട് രീതിയിലാണ്, ഫസ്റ്റ് പാർട്ടിയും തേർഡ് പാർട്ടി ക്ലെയിമും. യെസ്. അടുത്തത് എക്സ്ക്ലൂഷൻ. നേരത്തെ ഞാൻ കുറച്ച് പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, ഓരോ ഇൻഷുറൻസിനും അതിൻ്റെതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ദർ ആർ സം എക്സ്ക്ലൂഷൻസ്. എന്താ എക്സ്ക്ലൂഷൻസ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കലുകളുണ്ട്. എന്ന് വെച്ചാൽ ചില സ്പെസിഫിക് കണ്ടീഷൻസ്, ചില സ്പെസിഫിക് സിറ്റുവേഷൻസ് വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ഇൻഷുറൻസ്. ചില സാധ്യതകളും സാഹചര്യങ്ങളും ഒന്നും ഇൻഷുറൻസിന്റെ പരിധിയിൽ വരില്ല. അതിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ടാവും, ഒഴിവാക്കിയിട്ടുണ്ടാകും. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാ. ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറയാം. ഇപ്പൊ സെൽഫ് ഹാം. ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഇൻഷുറൻസ് പോയി എടുത്തു, ഒരു മാസം 2 മാസം ഇൻഷുറൻസ് പ്രീമിയം അടച്ചു. എന്നിട്ട് പോയിട്ട് നമ്മള് എന്താ പറയാ, സെൽഫ് ഹാം എന്ന് പറഞ്ഞാൽ അറിയാലോ, സൂയിസൈഡ് അല്ലെ. സെൽഫ് ഹാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ ഉപദ്രവിക്കുക എന്ന് വെച്ചാൽ അതിന് ഒരു ഉദാഹരണം ആത്മഹത്യ ചെയ്തു. 1-2 മാസമൊക്കെ പ്രീമിയം ഒക്കെ അടച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ ഇല്ലേ, അതിന് എന്തെങ്കിലും ഇൻഷുറൻസ് കിട്ടുമോ? ഇല്ലല്ലോ. കാരണം എന്താ? അതല്ല, കാരണം നമ്മൾ നമ്മളുടെ ശരീരത്തെ നമ്മൾ തന്നെ വരുത്തിയ ഉപദ്രവമാണ്. അപ്പൊ അങ്ങനത്തെ സെൽഫ് ഹാം ഒന്നും ഈ പറയുന്ന ഇൻഷുറൻസിന്റെ പരിധിയിൽ വരില്ല. അത് എക്സ്ക്ലൂഡഡ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ, ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോ ചില കാര്യങ്ങൾ അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട്, വിച്ച് ഡു നോട്ട് കം അണ്ടർ ദ പോളിസി. പോളിസിയുടെ പരിധിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ അതിനകത്ത് വരാത്ത, അല്ലെങ്കിൽ അത്തരം റിസ്കുകൾക്ക് സാധ്യതകളില്ലാത്ത രീതിയിൽ ഒഴിവാക്കിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചില സിറ്റുവേഷൻസ് ആകാം, ചില എന്താ പറയാ സാഹചര്യങ്ങളാകാം. ഓക്കെ, അതാണ് എക്സ്ക്ലൂഷൻ എന്ന് വിളിക്കുക. മനസ്സിലായോ? Specific conditions or circumstances enlisted in the policy that are not covered by the policy. മനസ്സിലായോ? ക്ലിയർ ആണോ? അങ്ങനെ കുറെയൊക്കെ ഇല്ലേ, നമ്മൾ ഈ പോളിസി എടുക്കുമ്പോ അതിന്റെ ബാക്കില് ഈ ഇൻഷുറൻസ് പോളിസിക്കൊക്കെ ഒരു ബോണ്ട്, ഒരു എഗ്രിമെന്റ് ഒക്കെ ഉണ്ട്. ആ എഗ്രിമെന്റിന്റെ ഏറ്റവും ബാക്കിൽ കുലുകുനാ അക്ഷരത്തിൽ കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. നോക്കിക്കോ വേണമെങ്കിൽ, ലൈഫ് ഇൻഷുറൻസ് ഉള്ളവരുടെ പ്രത്യേകിച്ചും. അതിന്റെ ബാക്കിൽ ഇങ്ങനെ കുറെ ടേംസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇന്ന കാര്യങ്ങൾ ഇതിനകത്ത് പെടില്ല, പരിധിയിൽ വരാത്തതാണ്, അങ്ങനെയൊക്കെ. അങ്ങനെ പ്രത്യേകം നോട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നമ്മൾ വായിച്ചൊക്കെ നോക്കി കൃത്യമായിട്ട് ബോധ്യം വന്നിട്ട് വേണം ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ. ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് എടുത്താൽ പറ്റൂല. അതിന്റെ അഡ്വാൻറ്റേജസ്, അതിന്റെ എന്താ പറയാ ഗുണങ്ങളും, അതുപോലെ തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും നന്നായി അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള ഇൻഷുറൻസിൽ ഭാഗമാകുന്നതായിരിക്കും നല്ലത്. കാരണം എങ്ങനെയാണ് അതിന്റെ കോമ്പൻസേഷൻ, അത് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഏത് കാലഘട്ടം വരെ കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം നമ്മളൊരു ഇൻഷുറൻസ് എടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ അതിൽ ചില എക്സ്ക്ലൂഷൻസ് ഉണ്ടാവും, ഇന്നതിന് കിട്ടില്ല. പക്ഷെ അത് നമുക്ക് അത്യാവശ്യമാണെങ്കിലോ നമ്മളത് എടുക്കണ്ട, അത്തരം പോളിസി വേണ്ട, വേറെ ഏതെങ്കിലും എടുക്കണം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് റിസ്ക്. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? പോസിബിലിറ്റി ഓഫ് ലോസ്, നഷ്ടം വരാനുള്ള സാധ്യത. അതിനെയാണ് റിസ്ക് കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന ഒരു ടേം ആണ് റിസ്ക്, പോസിബിലിറ്റി ഓഫ് ലോസ്, നഷ്ടത്തിനുള്ള സാധ്യത. അതിനെയാണ് നമ്മൾ റിസ്ക് എന്ന് വിളിക്കുക. അപ്പൊ ഈ പറയുന്ന എന്താ പറയാ സാധനമൊക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്തോ? ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം, എക്സ്ക്ലൂഷൻ ഇവിടെ വരെ മതി കേട്ടാ. പോളിസി വരെ, സ്പെസിഫിക് കണ്ടീഷൻ തുടങ്ങി പോളിസി വരെ അത്ര അണ്ടർലൈൻ ചെയ്താൽ മതി. റിസ്ക് ആവശ്യമില്ല. പറയട്ടെ. അടുത്തത് ഹെൽത്ത് ഇൻഷുറൻസ്. നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്, വീണ്ടും അത് ആവർത്തിച്ചേക്കുന്നുള്ളൂ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കവറേജ് വിച്ച് കവേഴ്സ് ദ കോസ്റ്റ് ഓഫ് ഇൻഷുർഡ് ഓർ ഇൻഡിവിജ്വൽസ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ എക്സ്പെൻസസ്. ആശുപത്രി കടന്നു, ആശുപത്രിയുടെ ചെലവുകൾ, സർജറി ഒക്കെ ഉണ്ടായി, സർജറിയുടെ ചെലവുകളൊക്കെ മീറ്റ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് അത്തരം കവറേജ് കിട്ടുന്ന ഇൻഷുറൻസിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ്. അത് ഏറ്റവും ആദ്യം പറഞ്ഞ സെന്റൻസ് ഒന്നുകൂടി വേറെ രീതി പറഞ്ഞിരിക്കുന്നു മാത്രം. ഓക്കെ, രണ്ടും തന്നെയാ. ഹെൽത്ത് ഇൻഷുറൻസ് ഇസ് എ type of insurance coverage that covers the cost of an insured
ഇൻഡിവിജ്വൽസ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ എക്സ്പെൻസസ്, നമ്മുടെ മെഡിക്കൽ ആയിട്ടുള്ള സർജിക്കൽ സംബന്ധമായിട്ടുള്ള ചെലവുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കൊടുക്കുന്ന കവറേജ്, ആ ചെലവുകളൊക്കെ മീറ്റ് ചെയ്യുന്ന കവറേജിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കുക. ഓക്കെ, അടുത്തത് മെഡിക്ലെയിം ഇൻഷുറൻസ് ആണ്. മെഡിക്ലെയിം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് പെട്ടത് തന്നെയാണ്. ഇറ്റ് ഈസ് ദ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്, അതായത് ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകൾ, അതിനകത്ത് എത്ര രൂപയാണോ മാക്സിമം ഇൻഷുർ ചെയ്തിരിക്കുന്ന തുക, അതിനനുസരിച്ച് ആ മാക്സിമം എമൗണ്ടിനനുസരിച്ച് കൊടുക്കുന്ന ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ മീറ്റ് ചെയ്യുന്ന ഇൻഷുറൻസിനെ വിളിക്കുന്ന പേരാണ് മെഡിക്ലെയിം ഇൻഷുറൻസ്. അത്തരം മെഡിക്ലെയിം ഇൻഷുറൻസിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് അവര് ആ ഒരു സം അഷ്വേർഡ് ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാ കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത 3 പോയിന്റ് ആയിട്ട്. ഇൻ കേസ് ഓഫ് സഡൻ ഇൽനെസ്, പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ. അപ്പൊ നമ്മൾ വിചാരിക്കേ എന്താ അങ്ങനെ എടുത്തു പറയാൻ കാരണം, പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ എന്തെങ്കിലും ബന്ധമുണ്ടോ? പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഹോസ്പിറ്റലൈസേഷൻ ചെലവ് കൊടുക്കുന്നു. ഇൻഷുറൻസ്, മെഡിക്ലെയിം ഇൻഷുറൻസ് കിട്ടുന്നതിനെ പ്രധാനമായിട്ട് ഈ പറയുന്ന സിറ്റുവേഷൻസിലാണ് കൊടുക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഇൻ ദ ഇവന്റ് ഓഫ് സഡൻ ഇൽനെസ്. അതെന്താ അങ്ങനെ എടുത്തു പറയാൻ കാരണം? സഡൻ ഇൽനെസ് രോഗമൊക്കെ വിളിച്ചു പറഞ്ഞ് ഒക്കെ വരുന്നതാണോ? അല്ല. when we are taking the insurance, ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ എല്ലാവരുടെയും ബോഡി ഹെൽത്തി ആവണമെന്നില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലും അല്ലെ, ഹെൽത്തി അല്ല, പല അനാരോഗ്യങ്ങളും നമുക്ക് ഉണ്ട്. when we are having any policy, നമ്മുടെ കയ്യിൽ ഏതെങ്കിലും പോളിസി എടുക്കുന്ന സമയത്ത് നമുക്ക് if we are having any type of illness, ചില അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കാർ അപ്പൊ തന്നെ ചോദിക്കും നമ്മളോട്, ഇന്ന അസുഖം, ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, പ്രഷറിനോ ഷുഗറിനോ ഒക്കെ ഡെയിലി മരുന്ന് കഴിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചില രോഗങ്ങൾ അതിനെടുത്ത് ചോദിക്കും. അപ്പൊ അതുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അത് എടുത്ത് പറയണം. കാരണം ഇത്തരം അസുഖങ്ങൾ നിലനിൽക്കെ ഇപ്പൊ നമ്മൾ ഒരു പുതിയ പോളിസി എടുക്കുകയാണെങ്കിൽ ആ രോഗങ്ങൾക്ക്, ആ ഉള്ള രോഗങ്ങൾക്ക് വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പോയി ആശുപത്രി കിടന്നു, കുറച്ച് പ്രീമിയം മാത്രമേ അടച്ചിട്ടുള്ളൂ നമ്മള്, പക്ഷെ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി ഒത്തിരി ചെലവുകളൊക്കെ ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യണ്ടേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, അവര് വെറുതെ തരുന്നതല്ല. ഇൻഷുറൻസ് കമ്പനിയും അവരും ഒരു ബിസിനസ് സ്ഥാപനമാണ്, തീർച്ചയായിട്ടും അവരും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ് പല കാര്യങ്ങളും. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു ചെറിയ തുകയ്ക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ആ ഒരു കസ്റ്റമർ പോയി ഹോസ്പിറ്റലൈസ്ഡ് ആയി, അവർക്ക് ഈ പറയുന്ന പറഞ്ഞിരിക്കുന്ന തുക ചിലപ്പോൾ 1 ലക്ഷം രൂപ വരെ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നു 2 ദിവസം കൊണ്ട്. അത് അവർക്ക് നേരത്തെയുള്ള അസുഖവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, ഇപ്പൊ ഉള്ളതല്ല. മനസ്സിലായോ? അപ്പൊ അവര് അങ്ങനത്തെ ഒരു അസുഖക്കാരിയാണ് എങ്കിൽ അത്തരം അസുഖങ്ങളൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് അവർ ചോദിക്കും, ഇന്ന അസുഖം ഉണ്ടോ, ഉണ്ടെങ്കിൽ ചിലപ്പോ അവർ പറയും ഇതിനിപ്പോ ഇൻഷുറൻസ് കിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കാലയളവിനുള്ളിൽ ആ ഒരു അസുഖം വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ബാക്കി അതിന് കഴിഞ്ഞിട്ടുള്ള സമയത്തുള്ള ഇൻഷുറൻസ് തുക തരാം എന്നൊക്കെ. മനസ്സിലായി? അപ്പൊ അങ്ങനെ ഒരു പീരീഡ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് പോളിസി എടുക്കുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് പറയുന്നത്, ഇൻ കേസ് ഓഫ് സഡൻ ഇൽനെസ്, പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾക്കാണ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് മെഡിക്ലെയിം ഇൻഷുറൻസ് തരുന്നത്. ക്ലിയർ ആയോ? എന്തുകൊണ്ടാ ഇൻഷുറൻസ് സഡൻ ഇൽനെസ്സിന് കൊടുക്കുള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണമാണ് പറഞ്ഞത്. ചിലപ്പോ നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള രോഗത്തിന് നമ്മൾ അടിമയാണെങ്കിൽ, എന്തെങ്കിലും രോഗം നമ്മൾക്ക് ഉണ്ടെങ്കിൽ, അതായത് ചില രോഗങ്ങൾ ഇങ്ങനെ പ്രൊലോങ്ഡ് ആണല്ലോ, പെട്ടെന്നൊന്നും മാറാത്ത ചില അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സമയത്തിന് ശേഷം അതിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോ ഇതൊന്ന് ഓർക്കുക, മെഡിക്ലെയിം ഇൻഷുറൻസ് ഈ പറയുന്ന സിറ്റുവേഷൻസിലൊക്കെയാണ് നമുക്ക് മാക്സിമം സം അഷ്വേർഡിന്റെ എമൗണ്ട് തരുന്നത്. അത് ഒന്ന് സഡൻ ഇൽനെസ്സിൽ, അടുത്തത് ഇൻ ദ ഇവന്റ് ഓഫ് എൻ ആക്സിഡന്റ്, എന്തെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾക്ക്, പിന്നെ ഇൻ കേസ് ഓഫ് സർജറി, എന്തെങ്കിലും എന്താ പറയാ പോളിസി പീരീഡ്, നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും സർജറീസിന്. അപ്പൊ ഈ 3 സിറ്റുവേഷൻസിലാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഇൻ ദ ഇവന്റ് ഓഫ് സഡൻ ഇൽനെസ്, in case of an accident, and in case of any surgeries. കേട്ടല്ലോ? മനസ്സിലായോ? മെഡിക്ലെയിം ഇൻഷുറൻസ് എന്നും ആ 3 പോയിന്റുകളും ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. 3 പോയിന്റ്. അണ്ടർലൈൻ ചെയ്തോ?
യെസ്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ചില ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യ, പ്രധാനപ്പെട്ട ചില ഇൻഷുറൻസ് ഫേമുകളുടെ പേരുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന, ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് ഇൻഷുറൻസ് ഫേംസിന്റെ പേരുകളാണ് കേട്ടോ. അവൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി അക്സ, ICICI പ്രൊഡൻഷ്യൽ, മാക്സ് ന്യൂയോർക്ക് ആൻഡ് മെറ്റ് ലൈഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 6 ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. അവൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി അക്സ, ICICI പ്രൊഡൻഷ്യൽ, മാക്സ് ന്യൂയോർക്ക് ആൻഡ് മെറ്റ് ലൈഫ് ഇന്ത്യ. അത് ആ ഫേമുകളുടെ പേരാണെന്ന് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. സോ അതുകൊണ്ടൊന്ന് ടിക്ക് ചെയ്യുക കേട്ടോ. ഇൻഷുറൻസ് ഫേമുകൾ ഏതൊക്കെയാണ്, ഇൻഷുറൻസ് ഫേമുകൾ ഇന്ത്യയിലെ ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. താഴെ പറയുന്നതിൽ ചൂസ് ചെയ്യാനായിട്ട് ഓപ്ഷൻസിൽ തരും. ചിലപ്പോൾ അതില്ലാത്തത് വേറെ ഏതെങ്കിലും തരും. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടി അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. മാർക്ക് ചെയ്താ? Now, what are the advantages of health insurance scheme? എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള ആരോഗ്യ ഇൻഷുറൻസുകൾ എടുക്കുന്നത്? എന്താണ് അതുകൊണ്ടുള്ള നേട്ടം? തീർച്ചയായിട്ടും നേട്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ കേട്ടതുകൊണ്ട് മനസ്സിലാവും. ഇന്നത്തെ കാലത്ത് അത് വളരെ അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും ഇന്ന് പണ്ടത്തേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാച്ചുറൽ അല്ല. ഒത്തിരി കെമിക്കൽസും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് കോസസ് ഡാമേജ് ടു അവർ ഹെൽത്ത്. തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിന് പലതരത്തിലുള്ള എന്താ പറയാ അപകടങ്ങളും വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ കാലത്ത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കൊരു ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ്. എന്താണ് ഈ ആരോഗ്യ ഇൻഷുറൻസുകൾ എടുക്കുന്നതിന്റെ നേട്ടങ്ങൾ, അതിന്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, നമുക്കറിയാം ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയി, ഇന്നത്തെ കാലത്ത് ആശുപത്രിയിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ എന്താ പറയാ അവിടുന്ന് 2-3 ദിവസം ഒന്ന് എന്താ പറയാ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് വലിയ ബില്ലാ വരിക, അല്ലെ? വലിയ ഹ്യൂജ് എമൗണ്ട് ആണ്. അവർ ചെയ്യുന്ന ഓരോ ടെസ്റ്റുകൾക്കും, ഓരോ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്താൽ അതിന്, പിന്നെ അവിടുത്തെ നഴ്സിംഗ് ചാർജസ്, നഴ്സിംഗ് നമുക്ക് കെയർ ഒക്കെ തരുന്നതിന്റെ ചാർജസ്, കൺസൾട്ടേഷൻ ഫീസ്, അങ്ങനെ ഒരുപാട് എമൗണ്ട് ഒക്കെ എല്ലാം കൂടി റൗണ്ട് ചെയ്തൊരു വലിയ ബിഗ് ഫിഗർ ആയിട്ട് അത് വരും, അല്ലെ? അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് റിച്ച് പീപ്പിളുമായിട്ട് കമ്പയർ ചെയ്യരുത്. പണക്കാർക്ക് കാശ് എങ്ങനെയും ഉണ്ടാക്കാം, അവരുടെ കയ്യിൽ ഒത്തിരി ചിലപ്പോ എന്താ പറയാ ഭൂമിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള അസറ്റുകൾ, വലിയ ആസ്തികളൊക്കെ ഉണ്ടാവും, വിറ്റിട്ടായാലും അവർക്ക് എന്ത് ചെയ്യാം, ട്രീറ്റ്മെന്റുകളൊക്കെ നടത്താം, അല്ലെ? ആർക്കെങ്കിലൊക്കെ വയ്യാകിയൊക്കെ വന്നാൽ. പക്ഷെ ഒരു സാധാരണക്കാരന് അവന് സാധാരണ ജീവിക്കുന്നവരുടെ ആ ഒരു വീടോ അല്ലെങ്കിൽ മാത്രം ഉള്ളൂ എന്ന് വിചാരിക്കാം, വേറെ മുതലുകളോ സ്വത്തുക്കളോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ ഇതുപോലെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉള്ളത് തന്നെ വിറ്റ് പെറുക്കിയൊക്കെ എന്ത് ചെയ്യണം, ചിലപ്പോൾ ചികിത്സയൊക്കെ നടത്തേണ്ടി വരും. സോ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഇറ്റ് മേ ലീഡ് ദം ടു എന്താ പറയാ ഫിനാൻഷ്യൽ ക്രൈസിസ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് നേരിടേണ്ടി വരുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സാമ്പത്തിക പ്രതിസന്ധി നേരിടും. കാരണം വലിയ എമൗണ്ട് ഒക്കെ ഹോസ്പിറ്റലിൽ സർജറി വേണം, വേഗം തന്നെ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരൻ നോക്കിക്കാനേ പറ്റുള്ളൂ. അവരുടെ കയ്യിൽ ഭൂമിയോ സ്വത്തോ മുതലോ ഒന്നും ഇല്ല കൊണ്ടുപോയിട്ട് അത് സെയിൽ ചെയ്തിട്ട് വേഗം തന്നെ ചികിത്സയ്ക്ക് വേണ്ടി ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അല്ലെ? എന്നൊക്കെയാണെങ്കിൽ ഒരുപാട് സ്വർണ്ണം വിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്രയും കാശ് കിട്ടും. പക്ഷെ അത് ഒന്നുമില്ലാതെ, ഒരു തരി പോലും അതില്ലാതെ ഇനി അത് വാങ്ങിക്കാമെന്നുള്ളത് അതിനേക്കാളും വലിയ കഷ്ടമാണ്. കാരണം ഇതിനൊക്കെ ഇത്രയും പൈസയൊക്കെ ഇൻക്രീസ് ചെയ്തതുകൊണ്ട്. അപ്പൊ അത് വിൽക്കാനാണെങ്കിൽ ഉണ്ടായാലേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് ഒത്തിരി ഫിനാൻഷ്യൽ ക്രൈസിസ്, സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നേരിടും. സോ മാത്രമല്ല ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഒക്കെ ഒറ്റയടിക്ക് നമ്മുടെ പോക്കറ്റിൽ നിന്നൊന്നും കൊടുക്കാനില്ല. അത് കൊടുക്കാൻ തന്നെ ഉണ്ടെങ്കിൽ തന്നെ അത് മുഴുവൻ അങ്ങ് തീർന്നു പോയാല് അവര് ദാരിദ്ര്യത്തിലേക്ക് പോകും. അപ്പൊ ഡയറക്റ്റ് ഔട്ട് ഓഫ് പേയ്മെന്റ് ഫ്രം അവർ പോക്കറ്റ്സ് ലീഡ് ദം ടു ഫിനാൻഷ്യൽ ക്രൈസിസ്. അപ്പൊ ഇതുപോലെയുള്ള ഹെൽത്ത് കെയർ ഇൻഷുറൻസ് ഒക്കെ നമുക്ക് ഇതിനൊരു സഹായമാണ്. ഇത് ഒറ്റയടിക്ക് ഒരു വലിയ തുക നമ്മുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ടി വരില്ല. ഇതുപോലെയുള്ള ചെറിയ പ്രീമിയം അടച്ച് നമുക്ക് ഇൻഷുറൻസ് കമ്പനി നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വലിയ തുകയും നമ്മുടെ പോക്കറ്റിൽ പോകില്ല. ആര് കൊടുക്കും? ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. അതൊരു വലിയ അഡ്വാൻറ്റേജ് അല്ലേ? ആണോ? മനസ്സിലായോ? ഡയറക്റ്റ് ഔട്ട് ഓഫ് പേയ്മെന്റ് റിസൾട്ട് ഇൻ എ ഫിനാൻഷ്യൽ ക്രൈസിസ് ആക്സസിങ് ഹെൽത്ത് കെയർ. നല്ല രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണമൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വലിയ തുകകൾ പോക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അത് ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോകും. ഇൻഷുറൻസ് കവറേജ് ഇത്തരം പുവർ പേഷ്യൻസിന്,
വളരെ ദരിദ്രരായിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ ഇത്തരം നല്ല ഹൈ ആയിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെൽത്ത് കെയർ കിട്ടാനായിട്ട് ഇത്തരം ഇൻഷുറൻസ് ആണ് അവരെ ഹെൽപ്പ് ചെയ്യുക. ചിലപ്പോ നമ്മൾ തീരെ വയ്യാണ്ടിരിക്കുന്ന ഒരാള് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെയാണ്, വലിയ വലിയ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ചികിത്സിക്കാൻ ചില ആൾക്കാർക്ക് പറ്റില്ല, കാരണം അവിടെയൊക്കെ വലിയ കാശാവുന്നത്. അപ്പൊ ആളുടെ ജീവൻ തന്നെ വെച്ചിട്ടുള്ള കളിയാ. അത്തരം നല്ല ആശുപത്രിയിൽ കൊണ്ടുപോയി നല്ല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്താലാണ് അവരെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ ചില പുവർ പീപ്പിളിന് ദേ കനോട്ട് അഫോർഡ് സച്ച് എക്സ്പെൻസ്, അത്ര വലിയ ചെലവൊന്നും അവർക്ക് വഹിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, സാരില്ല, കുഴപ്പമില്ല, എങ്ങനെ ആവട്ടെ, ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇത്തരം ഹൈ ക്വാളിറ്റി സർവീസ് കിട്ടുന്ന ഏത് ഹോസ്പിറ്റൽസിലും നമുക്ക് കൊണ്ടുപോയി ചികിത്സ കൊടുക്കാം, ആളെ രക്ഷിക്കാം എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് അഡ്വാൻറ്റേജ് മനസ്സിലായോ? അതില് നിങ്ങൾ അഡ്വാൻറ്റേജില് ഫസ്റ്റ് സെന്റൻസ് അല്ല, രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടാ. Insurance coverage permits a poor patient to access high costly healthcare service. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ കിട്ടാനായിട്ട് പുവർ പേഷ്യൻസിനും സാധ്യമാക്കുന്നതാണ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്. ഇനി അടുത്തത് എന്താ? Such costly expenses may lead people to poverty. ഇതുപോലെയുള്ള ഹ്യൂജ് എമൗണ്ട് ഒക്കെ കൊടുത്ത് ചികിത്സ നേടുക എന്നുള്ളത് സാധാരണക്കാരെ എന്തിലേക്ക് നയിക്കും? ഒരു ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാളാണ്, വലിയ ചെന്നപ്പോ തന്നെ ഹോസ്പിറ്റലിന്റെ വാതിക്കെത്തിയപ്പോ പെട്ടെന്ന് സർജറി വേണം, 10 ലക്ഷം 5 ലക്ഷം എന്നൊക്കെ അവർ പറയും അല്ലെ. വേഗം കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാം, എന്നാലേ ഡോക്ടർമാര് കയ്യോ കാലോ ഒക്കെ ഉള്ളൂ, തീർച്ചയായിട്ടും അല്ലെ. അപ്പൊ ആ ഒരു പ്രൊസീജിയർ അവർ എന്ത് വേണമെങ്കിലും ചെയ്യണമെങ്കിൽ അവർ പറയുന്ന തുക അവിടെ എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യണം. കാരണം അവിടുത്തെ ഫെസിലിറ്റീസ്, അതുപോലെ മെഷീൻസ്, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ചിലപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടിയുള്ള കാശ്മീർ കാര്യമൊക്കെ വേണ്ടേ. അപ്പൊ തീർച്ചയായിട്ടും അവർ പറയുന്ന എമൗണ്ട് കെട്ടിവെച്ചാലേ ചികിത്സ ഇവിടെ ഒന്ന് തുടങ്ങുള്ളൂ, ആരംഭിക്കുള്ളൂ. അപ്പൊ മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ മെഡിക്ലെയിം ഇൻഷുറൻസ് ഉള്ള ആളുകൾക്ക് ക്യാൻ അവോയ്ഡ് സച്ച് എ സിറ്റുവേഷൻ. അപ്പൊ എന്ത് ചെയ്യാ, ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടച്ചിരിക്കുന്ന തുകയ്ക്ക് അവർ പറഞ്ഞിരിക്കുന്ന ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്ന എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന തുക എത്രയാണോ അത് എക്സ്പെൻസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അവർ മീറ്റ് ചെയ്തോളും, മെഡിക്കൽ ഇൻഷുറൻസുകാർ മീറ്റ് ചെയ്തോളും. അപ്പൊ നമ്മൾ അത്രയധികം ദാരിദ്ര്യത്തിലേക്കൊന്നും പോകേണ്ട അവസ്ഥ വരില്ല. മനസ്സിലായോ? കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസസ് ക്യാൻ സെൻഡ് ഫാമിലീസ് ടു പോവർട്ടി. വളരെ ചെലവേറിയ ഹെൽത്ത് കെയറുകളൊക്കെ കിട്ടുമ്പോൾ ഫാമിലീസ് എന്ത് ചെയ്യും, ദാരിദ്ര്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ഒരു സാഹചര്യത്തെ ഒഴിവാക്കുന്നതാണ് ഏത്, മെഡിക്ലെയിം അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസുകൾ. ക്ലിയർ ആയല്ലോ? മൂന്ന് ബാക്കിയുള്ള പോയിന്റ് കൂടി പറഞ്ഞ് നിർത്താം. ടേംസ് ഒന്ന് കുറെ പഠിക്കാനുണ്ട്, നന്നായി പഠിക്കണോട്ടാ. അതൊക്കെ അത്യാവശ്യമാണ്, നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. ഇപ്പോഴത്തേക്ക് മാത്രമല്ല, ഈ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ മാത്രമല്ല, അല്ലാതെയും നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, മനസ്സിലായ? രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. മൂന്നാമത്തെ എന്താ? മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ്സ് പേഷ്യൻസ് ഫോർ നെഗോഷിയേഷൻ. എന്ന് വെച്ചാൽ എന്താ, നമുക്ക് പല കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ചോദിച്ചു പറഞ്ഞ് ഇൻഷുറൻസിന്റെ, അതായത് അവർക്ക് അവരുടേതായ എന്താ പറയാ ഹെൽത്ത് കെയർ എവിടെ നിന്ന് കിട്ടണം, നല്ല ക്വാളിറ്റി ട്രീറ്റ്മെന്റ് എവിടെ നിന്ന് കിട്ടും, അവൈലബിൾ ആകും എന്നുള്ളതൊക്കെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ചർച്ച ചെയ്തൊക്കെ തീരുമാനിച്ച് ആ ഒരു കവറേജ് കിട്ടുന്ന ഹോസ്പിറ്റൽസ് തേടി കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായി? ഇൻഷുറൻസ് കൊടുക്കുന്ന ഇൻഷുറൻസ് കമ്പനി നമ്മുടെ പേഷ്യൻസിനോട് അല്ലെങ്കിൽ രോഗിയായിരിക്കുന്ന ആളോടോ അല്ലെങ്കിൽ രോഗിയുടെ ബൈസ്റ്റാൻഡേഴ്സോ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ്സോ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ഇന്ന ഹോസ്പിറ്റലിൽ കിട്ടും. ഇത് ഈ പറയുന്ന ഇൻഷുറൻസുകൾ കിട്ടുന്ന എല്ലാ ഹോസ്പിറ്റൽസിലും കിട്ടില്ല. അത് നിങ്ങൾക്ക് അറിയാമോ? അങ്ങനെ ഒരു കാര്യം, ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഇൻഷുറൻസിന്റെ ഇത് അവൈലബിൾ ആയിട്ടുള്ള എന്തല്ല ഹോസ്പിറ്റൽസ് അല്ല. ചില ഹോസ്പിറ്റൽസിലാണ് ഉള്ളത്. ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനെ മെഡിക്ലെയിം ഇൻഷുറൻസ് ഉള്ളവര്? തന്നെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു എൻലിസ്റ്റ് ചെയ്തിരിക്കുന്ന കുറെ ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പൊ അവിടെ എവിടെ കൊണ്ടുപോകണം എന്നുള്ളത് അവർക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടുന്നിടത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ല, ഇത് പാവപ്പെട്ടവരായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അവിടെ കാശൊന്നും കിട്ടാൻ സാധ്യതയില്ല, അതുകൊണ്ട് അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചാൽ മതി, അങ്ങനെയൊന്നുമില്ല. മെഡിക്ലെയിം ഇൻഷുറൻസ് അങ്ങനെ ഒരു നെഗോഷിയേഷൻ ഉണ്ട്. ഇറ്റ് പെർമിറ്റ്സ് ദ പേഷ്യൻസ്, അവർക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എവിടെയാണോ കവറേജ് കിട്ടുന്ന ഹോസ്പിറ്റൽസ്, അതും കെയറിങ് നല്ല രീതിയിൽ കിട്ടുന്ന ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് തന്നെ തീരുമാനിക്കാനുള്ള ഒരു സാവകാശം മെഡിക്ലെയിം ഇൻഷുറൻസിലുണ്ട്. പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊട്ടക്ട്സ്
as from unexpected cost. നമ്മൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരുപാട് വലിയ ഹ്യൂജ് എമൗണ്ട് കോസ്റ്റുകളൊക്കെ ചെലവുകളൊക്കെ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും മെഡിക്ലെയിം ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഒരു ആശുപത്രി പോക്കിന് ചിലപ്പോ കുറച്ച് പൈസ ഒക്കെ ആവുള്ളൂ, അതേസമയം ചില സമയത്ത് ഒത്തിരി എമൗണ്ട് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പൈസ അങ്ങോട്ട് മാറ്റേണ്ടി വരും. അപ്പൊ അത്തരം അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കോസ്റ്റിനെ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് അഫോർഡബിൾ ആകും. ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ ക്വാളിറ്റി ഉള്ള ഹോസ്പിറ്റൽസ്, ക്വാളിറ്റി ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പേഷ്യന്റിനെ, അല്ലെ? അപ്പൊ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് വലിയ വലിയ ഹോസ്പിറ്റൽസിലേക്ക് പോകാം. ബിക്കോസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? ആ മെഡിക്കൽ എക്സ്പെൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? ഇൻഷുറൻസ് കമ്പനി അല്ലേ? ഇപ്പൊ ഞാൻ വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പോകാത്തതിന്റെ കാരണം അവിടെയൊക്കെ പോയാൽ വലിയ കാശാവൂല, അതുകൊണ്ട് വേണ്ട, പോയാൽ മതി, എന്തെങ്കിലും അസുഖങ്ങൾ വന്നു, അല്ലെ? അങ്ങനെ നമ്മൾ ചിന്തിക്കുള്ളൂ. പക്ഷെ ഇഫ് വി ഹാവ് ഇൻഷുറൻസ്, നമുക്ക് മെഡിക്ലെയിം ഇൻഷുറൻസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി സർവീസ് എവിടെ കിട്ടുന്നോ, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് എവിടെ കിട്ടുന്നോ അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ പോകാൻ പറ്റും. മനസ്സിലായോ? അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ടാക്സ് ബെനിഫിറ്റ്. എന്താണ് ഈ ടാക്സ് ബെനിഫിറ്റ്? ഇൻകം ടാക്സ്, അല്ലെ? ചില ആളുകൾക്ക് ടാക്സ് അടയ്ക്കേണ്ടവരുണ്ട്, അവരുടെ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട് ടാക്സ് പേയ്മെന്റ് കൊടുക്കേണ്ട ആൾക്കാരുണ്ട്. ഈ ടാക്സ് ബെനിഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ടാക്സ് പേ ചെയ്യുമ്പോൾ എന്താ പറയാ, നമ്മൾ ഈ ഇൻഷുറൻസിന് വേണ്ടി അടയ്ക്കുന്ന പ്രീമിയം ഇല്ലേ, പ്രീമിയം ഇൻഷുറൻസ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു നിശ്ചിത തുക ഇൻഷുറൻസ് കമ്പനിക്ക് മന്ത്ലിയോ ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയോ ആനുവലിയോ ഒക്കെ അടയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞോ. ലൈഫ് ഇൻഷുറൻസ് LIC ഒക്കെ ഉണ്ടാവുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ അവിടെ, മന്ത്ലി നമ്മൾ ഇത്ര രൂപ വെച്ച് അടയ്ക്കുന്നു, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഇത്ര രൂപ വെച്ച് അടയ്ക്കുന്നു. ഉണ്ടോ? ആരുമില്ല. ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ചെറിയ തുകയോ വലിയ തുകയോ ഒക്കെ പ്രീമിയം ആയിട്ട് അടയ്ക്കുന്ന ആരെങ്കിലും? എനിബഡി? മോശമാണല്ലാതെ ആരുമില്ല. ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആരുമില്ല, ഒരു ഇൻഷുറൻസും ഇല്ല. ഉണ്ട്, അനഘൊക്കെ ഉണ്ട് ഇൻഷുറൻസ്. അപ്പൊ ഇൻഷുറൻസിന് വി ഹാവ് ടു പേ എ പ്രീമിയം, അല്ലെ? അനഘ ഒരു പ്രീമിയം അടയ്ക്കുന്നില്ലേ അനഘ? ഉണ്ടോ? യെസ്. അപ്പൊ ഒരു പ്രീമിയം അടയ്ക്കുന്നുണ്ട്. ആ പ്രീമിയം അടയ്ക്കുന്ന തുകയിലെ ആ മന്ത്ലിയോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ ആനുവലിയോ എത്രയാണോ, അത് എത്രയാണോ ആ പ്രീമിയത്തിന്റെ തുക ആനുവൽ ആയിട്ടുള്ള ഈ ടാക്സിൽ നിന്ന് ഡിഡക്ട് ചെയ്യപ്പെടുന്നു. നമ്മള് ഈ പൈസ, ഒരാള് ഒരു 5000 രൂപ ടാക്സ് കൊടുക്കേണ്ട ആളാന്ന് വിചാരിക്കാം, ഗവൺമെന്റിന്റെ ടാക്സ്, ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആളാണ്. ഇയാള് ആ ടാക്സ് കൊടുക്കേണ്ട ആള് മെഡിക്ലെയിം ഇൻഷുറൻസ് ഉള്ള ആളാണ്. അയാളൊരു വർഷത്തില് എന്താ പറയാ ഒരു 1000 രൂപ, വർഷത്തില് 1000 രൂപ പ്രീമിയം ആയിട്ട്, ഇൻഷുറൻസിന്റെ പ്രീമിയം ആയിട്ട് അടയ്ക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ 5000 രൂപ ഇയാൾ ടാക്സ് ആയിട്ട് കൊടുക്കണ്ട. ഈ ടാക്സ് ആയി കൊടുക്കേണ്ടി വരുന്ന 5000-ൽ നിന്ന് ഈ എന്താ പറയാ പ്രീമിയം ആയിട്ട് അടച്ച 1000 രൂപ ഡിഡക്ട് ചെയ്തു, കുറച്ചിട്ട് ബാക്കിയുള്ളത് ഇൻകം ടാക്സ് ആയിട്ട് അടച്ചാൽ മതി. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് അവിടെ ടാക്സ് ബെനിഫിറ്റ് ആണ് ഏത് മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ടാക്സിൽ നിന്നും ഡിഡക്റ്റബിൾ ആണ്. ഡിഡക്റ്റബിൾ മീൻസ് കുറയ്ക്കപ്പെടുന്നതാണ്. ക്ലിയർ ആയോ? ആ ടാക്സ് അത്രയും അല്ലെങ്കിൽ 5000 കൊടുക്കേണ്ടി വന്നേനെ, ഈ പ്രീമിയം അടയ്ക്കുന്നതുകൊണ്ട് ആ പ്രീമിയത്തിന്റെ തുക അതിൽ നിന്ന് കുറച്ചു കൊടുത്തു, അപ്പൊ 4000 കൊടുക്കേണ്ടി വരുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ക്ലിയർ ആയോ? എക്സാമ്പിൾ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ അല്ലേ? ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മെഡിക്ലെയിം ഇൻഷുറൻസ്. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ മെഡിക്ലെയിം ഇൻഷുറൻസിന്റെ പ്രധാനപ്പെട്ട, ഏത് ഇൻഷുറൻസിന്റെ ഒക്കെ അങ്ങനെ തന്നെ ഇൻഷുറൻസിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. നേരിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് വലിയ എമൗണ്ട് എടുത്തു കൊടുത്ത് നമ്മൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാതെ സംരക്ഷിക്കുന്ന ഒന്നാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ്. രണ്ടാമത് പറഞ്ഞു, ഇത്തരം ഹ്യൂജ് കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെൽത്ത് കെയർ ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ചില ആളുകൾ പോവർട്ടിയിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക് പോകും. അത്തരം സിറ്റുവേഷൻസിനെ അതിൽ നിന്നും നമുക്ക് എന്താ പറയാ എന്താ പറയാ അത്തരം സിറ്റുവേഷൻസ് നമുക്ക് ഫേസ് ചെയ്യാണ്ടി വരാതിരിക്കുന്നതും ഇത്തരം മെഡിക്ലെയിം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സാധ്യമാകും. പിന്നെ നെഗോഷിയേഷന് സാധ്യമാണ്. എന്ന് വെച്ചാൽ ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏത് ട്രീറ്റ്മെന്റ് കിട്ടണം, ഏത് ഹോസ്പിറ്റൽസിൽ പോകണം എന്നുള്ളതൊക്കെ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞിട്ട് ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടുന്നിടത്ത് പോകാം. പിന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കോസ്റ്റിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നു നമ്മളെ. പിന്നെ എന്താ പറയാ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് എല്ലാവർക്കും, പാവപ്പെട്ടവനെ വളക്കാരനൊന്നും ഇല്ലാതെ ഈ മെഡിക്ലെയിം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ എന്താ പറയാ അഫോർഡബിൾ ആകുന്ന ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടുന്നു എന്നുള്ളതും. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്നത് പോലെ ടാക്സ് ബെനിഫിറ്റിനും ഈ ഒരു അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായ? നമ്മൾ ഇന്ന് മെഡിക്കൽ ഇൻഷുറൻസിന്റെ
എന്താ പറയാ ചാപ്റ്ററാണ് തുടങ്ങിയത്. കുറെ ടേംസ് ഫസ്റ്റ് ബിഗിനിങ്ങിൽ ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നിങ്ങനെ ഓർത്തെടുത്തോട്ടാ. പഠിച്ച് ക്ലാസ് കഴിയുമ്പോൾ ഓർത്തോർത്ത് എന്തൊക്കെയാണ് പറഞ്ഞു തന്നത് എന്നൊക്കെ ഓർത്തെടുത്ത് വായിച്ച് നോട്ട് കൂടി വായിക്കാം. ഇവിടെ വരെ എടുക്കുന്നുള്ളൂ, ബാക്കി അടുത്ത ദിവസം. ഇനിയൊക്കെ അങ്ങോട്ട് എളുപ്പമാണ് കേട്ടോ. ഇത്രയും ആ ഒരു ടേംസ് ചിലപ്പോൾ ആ ടേംസ് പുതിയ ടേംസ് ആയിരിക്കും ചിലർക്ക്. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടും കുറച്ച് സമയം കൂടുതൽ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചത്. ഓക്കെ, സോ സീ യു. അടുത്ത ദിവസം കാണാം. അല്ല, ബൈ ബൈ. താങ്ക് യു.